സംസ്ഥാനത്ത് ഹെഡ്മാസ്റ്റർ നിയമനം വൈകുന്നത് സർക്കാർ സ്കൂളുകൾക്ക് പ്രതിസന്ധിയാകുന്നു. 248 സർക്കാർ സ്കൂളുകളിൽ ഹെഡ്മാസ്റ്റർമാരില്ല. സാധാരണ നടക്കേണ്ട പ്രൊമോഷൻ നടപടി വൈകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രൊമോഷൻ വൈകുന്നത് കാരണം ഇതേ തസ്തികകളിലെ എയുമാരെയും നിയമിക്കുന്നില്ല. ഹെഡ്മാസ്റ്റർമാരെ നിയമിക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. വിജിൻ വായന്തോട് വിവരങ്ങളുമായി ചേർന്നു. വിജിൻ, ഈ ഹെഡ്മാസ്റ്റർ തസ്തിക എത്ര നാളെ ഒഴിഞ്ഞിടക്കുകയാണ്? കുറെ കാലമായി സാധാരണഗതിയിൽ നടക്കേണ്ട പ്രൊമോഷൻ നടപടികൾ ഒന്നും നടക്കാത്തതുകൊണ്ടാണ് ഈ സർക്കാർ വന്നതിനു ശേഷം അത് ജൂൺ മാസത്തോടു കൂടിയാണ്. സാധാരണഗതിയിൽ മെയ് ജൂൺ മാസത്തിലേക്ക് ആകുമ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പ്രൊമോഷൻ നടപടികൾ നടക്കുന്നതാണ്. ആ പ്രൊമോഷൻ നടപടികൾ ഒന്നും ഇത്തവണ നടന്നില്ല. ഇതുവരെയായി ഇപ്പോൾ ജൂലൈ 15ആയി 16ആയി ആ ദിവസമായിട്ട് പോലും അങ്ങനെ ഒരു പ്രൊമോഷൻ നടപടിയിലേക്ക് പോയിട്ടില്ല. ഒരു 4 പേർക്ക് നിലവിലിപ്പോൾ ഹെഡ്മാസ്റ്റർമാരായി പ്രൊമോഷൻ നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ്. എന്തായാലും ബാക്കിയുള്ള 248 സ്കൂളുകളിൽ നിലവിലിപ്പോൾ കേരളത്തിൽ ഹെഡ്മാസ്റ്റർമാരില്ലാത്ത അവസ്ഥയാണ്. അതിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. സാധാരണഗതിയിൽ ഈ പ്രൊമോഷൻ നൽകുന്നതിന് ഒപ്പം തന്നെ എഇഒമാരായി ഹെഡ്മാസ്റ്റർമാരായിരിക്കുന്ന ആളുകൾക്ക് എഇഒമാരായും പ്രൊമോഷൻ ലഭിക്കാറുണ്ട്. അത് രണ്ടും ഒരേ തസ്തികയാണ്. മറ്റ് പുതിയ നിയമനങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രൊമോഷന്റെ അടിസ്ഥാനത്തിലാണ് നടക്കേണ്ടത്. പക്ഷേ അത്തരത്തിൽ ഒരു നിയമനവും നിലവിൽ നടക്കുന്നില്ല. പ്രൊമോഷൻ നൽകാത്തതിന്റെ ഭാഗമായി നിയമനം നടക്കുന്നില്ല. ഒപ്പം തന്നെ എഇഒമാരുടെ തസ്തികയിലേക്ക് ആളുകളെ നിയമിച്ചിട്ടും നിലവിലില്ല. കാസർഗോഡ് 29 സ്കൂളുകളിലാണ് നിലവിൽ ഹെഡ്മാസ്റ്റർമാർ ഇല്ലാത്തത്. കണ്ണൂരിൽ 19, വയനാട് 11, മലപ്പുറം 17, പാലക്കാട് 15, തൃശൂർ 19, എറണാകുളത്ത് 38, ഇടുക്കി 37, കോട്ടയത്ത് 25, ആലപ്പുഴയിൽ 17, പത്തനംതിട്ടയിൽ 11, കൊല്ലത്ത് 7, തിരുവനന്തപുരത്ത് 3 ഇങ്ങനെയുള്ള സ്കൂളുകളിലാണ് നിലവിൽ ഇത്തരത്തിലുള്ള തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നത്. ഹെഡ്മാസ്റ്റർമാർ എന്ന് പറയുന്നത് സ്കൂളുകളുടെ നിയന്ത്രണം ഹെഡ്മാസ്റ്റർമാർക്കാണ്. അഡ്മിനിസ്ട്രേറ്റീവ് തസ്തിക കൂടിയാണ് ഹെഡ്മാസ്റ്റർമാർക്കുള്ളത്. അതിന്റെ നടത്തിപ്പ്, മറ്റ് കാര്യങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും എല്ലാം ഹെഡ്മാസ്റ്റർമാരാണ്. ആ തസ്തികയാണ് നിലവിൽ നികത്താതെ, പ്രൊമോഷൻ നൽകാതെ, അങ്ങനെ ഒരു തസ്തികയിൽ ആളില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇത് ഗുരുതരമായ പ്രതിസന്ധിയാണ് സ്കൂളുകൾക്ക് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സ്വാഭാവികമായും അത് ചിന്തിക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാക്കുന്നതാണ്. കാരണം അതിന്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അത് ഹെഡ്മാസ്റ്റർമാരാണ്. അങ്ങനെ ഹെഡ്മാസ്റ്റർമാരില്ലാത്ത 248 സ്കൂളുകൾ നാദനില കളരിയായി ഇപ്പോഴും തുടരുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് നിയമിക്കുന്നതിനുള്ള നീക്കം പോലും നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ വലിയ ആക്ഷേപം അധ്യാപകർക്കിടയിൽ നിന്നും ഒപ്പം തന്നെ രക്ഷിതാക്കൾക്കിടയിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നിയമനങ്ങളും പ്രൊമോഷനുകളും ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ സർക്കാർ സ്കൂളുകളിലാണ് ഇത്തരത്തിൽ പ്രൊമോഷൻ നൽകാതെ പ്രധാന അധ്യാപകരില്ലാത്ത അവസ്ഥയിൽ നിലവിൽ തുടരുന്നത്. നിമിഷം വിജിൻ, KST ജനറൽ സെക്രട്ടറി ഷാഫി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഷാഫി, ഈ നിയമനം വൈകാൻ കാരണം എന്താണ്? വൈകാൻ കാരണം എല്ലാ വർഷങ്ങളിലും, മുൻ വർഷങ്ങളിലെല്ലാം ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ അവധിക്കാലത്തിനെ പൂർത്തീകരിച്ച് ജൂൺ 1 മുമ്പ് സ്കൂളിൽ അധ്യാപകർ എത്താറുണ്ട്. എന്നാൽ ഈ വർഷം ഇപ്പോൾ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള 248 ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെ തസ്തികകൾ മാത്രമല്ല, 100-ലധികം പ്രിൻസിപ്പൽമാരുടെ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെ തസ്തികകളും, ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട 6 DD-മാരുടെ തസ്തികകളും, വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർമാരായിട്ടുള്ള ഏകദേശം 14-ലധികം തസ്തികകൾ ഒഴിഞ്ഞിടക്കുകയാണ്. എത്രയോ കാലമായി സംഘടന ഈ കാര്യം അവരോട്, ഭരണാധികാരികളോട്, ഉദ്യോഗസ്ഥരോടും പല പ്രാവശ്യം പറഞ്ഞിട്ടും യാതൊരു തരത്തിലും പ്രതികരണങ്ങളില്ല. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിലുള്ള അനാസ്ഥ, അതിനെ പിന്തുടരുന്നതിലുള്ള ഭരണപരമായ ഒരു നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ എന്നതൊക്കെയാണ് ഇതിന് കാരണം. പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള താല്പര്യക്കുറവാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണമെന്ന് മൊത്തത്തിൽ പറയാൻ കഴിയും. അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥ എന്നതിനൊപ്പം സർക്കാരിന്റെ നയവുമായി ഇതിന് ബന്ധമുണ്ടോ? തീർച്ചയായും ധവളപത്രത്തിലടക്കം പറഞ്ഞിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള നയ സമീപനവും ഇതിന്റെ തെളിവാണ്. ആ നയത്തിന്റെ കൂടി തുടർച്ചയാണ് നമ്മുടെ കേരളത്തെ കേരളമാക്കി മാറ്റിയ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളായിട്ടുള്ള സർക്കാർ സ്കൂളുകളുള്ള ഈ ഒരു അവഗണന എന്ന് തന്നെ തീർച്ചയായും പറയാൻ പറ്റും.